KWS എന്ന സംഘടനയിൽ സാഹിച്ചേട്ടൻ്റെ വീട് വയറിംഗ് ചെയ്യണമെന്നൊരു അഭ്യർത്ഥന വന്നിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം വടക്കഞ്ചേരി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ആ വീട് വൈദ്യുതീകരിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പുതുക്കോട് ഇലക്ട്രിസിറ്റി ബോർഡിലെ AE സാറ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇനിയും ഇതുപോലുള്ള ഏതെങ്കിലും വീടുകൾ, ഇങ്ങനെ പാവപ്പെട്ട വീടുകളുണ്ടെങ്കിൽ സംഘടനയെ അറിയിക്കുകയാണെങ്കിൽ സംഘടന തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അതുപോലെ KSEBയുടെ ഭാഗത്തുനിന്ന് നല്ലൊരു സഹകരണം ഇതിലുണ്ടായിരുന്നു. അവർ ഭാഗത്ത് എത്രയും പെട്ടെന്ന് കണക്ഷൻ കൊടുക്കാനുള്ള ഒരു സൗകര്യം പുതുക്കോട് AE ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അധികം വൈകാതെ തന്നെ ഈ കണക്ഷൻ കൊടുക്കാൻ സാധിച്ചു. എന്തായാലും സാഹിച്ചേട്ടൻ്റെ വീട് വൈദ്യുതീകരിച്ചതിൽ എല്ലാവർക്കും സന്തോഷം. ഞങ്ങളുടെ KWS സംഘടന ഇനിയും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഉണ്ടായ സാഹചര്യം മനസ്സിലായി. കാരണം പാവപ്പെട്ട വീടുകൾ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വിളിച്ചെത്തിക്കാനുള്ളൊരു നല്ലൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ചെയ്ത പ്രവൃത്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും അഭിനന്ദാർഹമാണ്. അത് ചെയ്ത ഏത് സംഘടനയാണ്. ഇപ്പോൾ ആ സംഘടനയുടെ പ്രവർത്തനം നേരത്തെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കുറച്ച് നാളുകളായി തുടർന്നു വരികയാണ്. ഇനിയും അതുപോലെയുള്ള നമ്മൾ കണ്ടെത്തിയ പോലെയുള്ള കാരുണ്യപ്രവൃത്തി തന്നെ പറയാതെ തന്നെ അങ്ങനെയുള്ള കാരുണ്യപ്രവൃത്തികൾ എപ്പോഴും ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിനും നാടിനും എപ്പോഴും ഇതൊരു ഊർജ്ജം പകരുന്നതാണ്. എല്ലാവർക്കും വീണ്ടും വീണ്ടും ഇതിനെ ചെയ്തവർക്കും എല്ലാവർക്കും നന്ദിയും ആശംസകളും ഞങ്ങളുടെ KSEB പുതുക്കോടിൻ്റെ കീഴിലെ സെക്ഷൻ്റെ AE എന്ന നിലയ്ക്ക് ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. സംഘടന വയർമെൻ അസോസിയേഷൻ ഇത് മാത്രമല്ല, ഇതിന് മുന്നോടിയായിട്ടും പല വീടുകളും വയറിംഗ് ചെയ്തിട്ടുണ്ട്. കിഴക്കഞ്ചേരി, മുടപ്പലൂർ, വടക്കഞ്ചേരി, വണ്ടാഴി എന്ന് പറയുന്ന ഭാഗങ്ങളിലെല്ലാം ചെയ്തിട്ടുണ്ട്. കണ്ണമ്പ്ര, കാരപ്പറ്റ എന്ന് പറയുന്ന ഭാഗത്ത് പുതുക്കോട് KSEBയുടെ കീഴിൽ നമ്മൾ ആദ്യത്തെ വീടാണ്. ഇനിയും ഇതുപോലത്തെ പാവങ്ങളുടെ വീടുകൾ കണ്ടെത്തി ഞങ്ങൾ ഇനിയും വയറിങ്ങുകൾ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പാവങ്ങളുടെ വീടുകൾ ഇതിന്റെ ചെലവ് എല്ലാം ഞങ്ങൾ KWS എന്ന സംഘടന നമ്മൾ ചെയ്തതാണ്. അതിന്റെ എല്ലാം അവർക്ക് വെളിച്ചമെത്തിക്കുക എന്നത് വരെയുള്ള എല്ലാ പരിപാടികളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വേറെ കുറച്ച് ഇവിടുത്തെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ബസ്സിൽ പോകുന്ന ആളുകൾ കുറച്ച് പേര് പിരിച്ച് കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു. ബാത്റൂമിന്റെ ഡോറ് ഇപ്പോൾ ഫ്രണ്ടിൽ അവർക്ക് വാതിൽ വെക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വാതിൽ വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ജനലുകൾക്ക് ഗ്ലാസുകൾ വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള പ്രവർത്തികളെല്ലാം നമ്മളുടെ നേതൃത്വത്തിലൂടെ ഈ കാര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വാതിൽ വെക്കാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. അത് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ വാതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ബാക്കി എല്ലാ ഇലക്ട്രിസിറ്റി വർക്കേഴ്സിൻ്റെ യൂണിയൻ അവർ നിങ്ങൾക്കൊരു വീട് ഇലക്ട്രിഫൈ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത്. എന്താണ് അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം? അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സുഖം കിടപ്പിലായിരുന്നു. സാമ്പത്തിക സ്ഥിതി വളരെ മോശം, ആരും സഹായിക്കാനൊന്നുമില്ല. അപ്പോൾ സംഘടന ഞങ്ങളെ കാര്യം പറഞ്ഞു അവരടുത്ത്. അപ്പോൾ അവർ ചെയ്തു തരാൻ പറഞ്ഞു. എന്തൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞേക്കുന്നത്? അതായത് ഇലക്ട്രീഷ്യൻ്റെ പരിപാടികൾ, പിന്നെ ഡോറും കാര്യങ്ങളൊക്കെ വേറെ ഒരു 10 ചേച്ചിമാർ കൂടി ചേർന്ന് ചെയ്തു തരുന്നതാണ്. അപ്പോൾ പൈസയൊക്കെ അവരുടെ അടുത്ത് തന്നെ കൊടുത്തിരുന്നത്. ഇതിൻ്റെ വയറിങ്ങും അതുപോലെ തന്നെ കണക്ഷൻ എടുക്കാനുള്ള മുഴുവൻ പൈസ സംഘടന അവർ തന്നെ എല്ലാം ചെയ്തു. ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അല്ലേ? ശരി, സന്തോഷം.